അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. വിജയിക്കുക എന്നുള്ളത് ഇപ്പം അത് സാമ്പത്തികമാവാം, ശാരീരികമാവാം, മാനസികമാവാം, റിലേഷൻഷിപ്പിലാവാം. അപ്പം ലൈഫിൻ്റെ ഓരോ ഏരിയകളിൽ വിജയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഇഷ്ടമാണ്. ജീവിതത്തിൽ ഗ്രോ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പം വെറും ആഗ്രഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും വിജയിച്ചിട്ടുണ്ടാവും. കാരണം എന്താണ്? എല്ലാവർക്കും വിജയിക്കാൻ ആഗ്രഹം ഇഷ്ടമുള്ളവരാണ്. അപ്പം എന്താണ് അവിടെ മിസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് പലരും ജീവിതത്തിൽ ഫിനാൻഷ്യലിയും മാനസികവും ശാരീരികവും മറ്റുള്ള മേഖലകളിലൊന്നും വിജയിക്കുന്നില്ല? അത് ബിസിനസ് പരമാവട്ടെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്തായിരിക്കും മിസ്സിങ് എന്നുള്ളത് ആക്ഷൻ മാറ്റേഴ്സ്. അമല് കുറയുക എന്നുള്ളതാണ് ഒരു കാരണം. അത് മാത്രമൊന്നുമല്ല, പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? അമല് കുറയുക എന്നുള്ളതാണ്. ഇപ്പം ഇസ്ലാമികപരമായിട്ട് പറയുകയാണെങ്കിൽ നിയ്യത്ത്, എല്ലാ കാര്യത്തിനും നിയ്യത്ത് വേണം അല്ലേ? അതേപോലെ തന്നെ വിശ്വാസം വേണം. ഇപ്പം നമുക്ക് സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ വിജയം. സ്വർഗത്തിൽ പോയാൽ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ത് തന്നെയാണ്? നമുക്ക് ഈമാൻ വേണം, വിശ്വാസം വേണം, ആഗ്രഹങ്ങൾ വേണം, റൈറ്റ്? സ്വർഗത്തിൽ പോകാനൊക്കെ ഉള്ള. പക്ഷേ ഈമാൻ മാത്രം മതിയോ സ്വർഗത്തിൽ കിടക്കാൻ? പോരാ. എന്ത് വേണം? അമലു സ്വാലിഹാത്ത് വേണം, സൽക്കർമ്മങ്ങൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ള, നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ വേണം. സോ വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ് തിങ്? സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ഷൻസ്. ഓക്കെ, നമസ്കരിക്കുക എന്നുള്ളത് ആക്ഷൻസ് ആണ്, സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ആക്ഷൻസ് ആണ്, ദിക്ർ ചെല്ലുക എന്നുള്ളത് ആക്ഷനാണ്, അതേപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ആക്ഷനാണ്. അപ്പം ആക്ഷൻ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഒരു മേഖലയിൽ വിജയിക്കണമെങ്കിൽ, ഇപ്പോൾ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് എടുക്കാനുള്ളത് 5 ഏരിയകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തെ ഏരിയ ഓഫ് കോഴ്സ് നമ്മുടെ സ്പിരിച്വൽ ഏരിയ ആണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ അമലുകളും സ്പിരിച്വൽ ഏരിയ ആണ്. രണ്ടാമത്തേത് നമ്മുടെ ഹെൽത്താണ്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. മൂന്നാമത്തേത് നമ്മുടെ വെൽത്താണ്, ഓക്കെ, നമ്മുടെ സമ്പത്താണ്. നാലാമത്തേത് നമ്മുടെ റിലേഷൻഷിപ്പാണ്, ഓക്കെ, നമ്മുടെ കൂട്ടുകാരായിട്ടും ഭാര്യയായിട്ടും മക്കളായിട്ടും ഫാമിലി ആയിട്ടും സൊസൈറ്റി ആയിട്ടും റിലേഷൻഷിപ്പാണ് നാലാമത്തെ. അഞ്ചാമത്തെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്താണ്, നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ എല്ലാ കാര്യം, നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മുടെ സംസാരം എങ്ങനെയാണ്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്. ഈ 5 ഏരിയകളാണ് ബേസിക്കലി ഒരു മനുഷ്യനുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത്. ഈ 5 ഏരിയകളിൽ ഏതിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് വേണം? ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ലക്ഷ്യം വേണം. ഉദാഹരണത്തിന് നമുക്ക് പറയാം, വെൽത്ത്. ഈ 5 കാര്യത്തിലെ വെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഇരിക്കാം. അപ്പോൾ അതിനെനിക്കൊരു ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള, കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ വേണം. എങ്ങനെ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 25 ലക്ഷം റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ് എനിക്ക് സേവിങ്സ് ആയിട്ട് വേണം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എപ്പോൾ വേണം? അപ്പോൾ ടൈം എത്രയാണ്? എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ 12 മാസത്തിനുള്ളിൽ എനിക്ക് ഇത്ര നേടണം. ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ടാവും. ഓക്കെ, ചില ആൾക്കാർക്ക് അത് 5 ലക്ഷം ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് 1 മില്യൺ ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് കോടികളായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അതൊരു സ്പെസിഫിക് ആവുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം ടൈം, അല്ലേ, നമ്മൾ പറഞ്ഞു ടൈം ബൗണ്ടഡ് ആണ്. 12 സമയത്തിനുള്ളിൽ, 12 മാസത്തിനുള്ളിൽ. അപ്പോൾ അത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ നമ്മൾ കോൺക്രീറ്റ് ആണ്. എന്താ കോൺക്രീറ്റ് പറഞ്ഞാൽ നമ്മളവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അറിയണം. ഇപ്പോൾ ഒരാൾ സപ്പോസ് എനിക്ക് ഭയങ്കര ജീവിതത്തിൽ ഹാപ്പി ഉള്ളൊരു മനുഷ്യനാവണം എന്ന് ഒരാളെ ഗോളെങ്കിൽ അതൊരു കോൺക്രീറ്റ് ഗോളല്ല. കാരണം അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് വലിയൊരു പർവ്വതം കയറണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹമെങ്കിൽ അത് കോൺക്രീറ്റ് അല്ല, സ്പെസിഫിക് ആവുകയും വേണം. നമുക്കത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയണം.
ഓക്കെ, ഐ ഹാവ് കംപ്ലീറ്റഡ് ദിസ് എന്നുള്ളത്. അതാണ് കോൺക്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 25 ലക്ഷമാണ് എനിക്ക് 12 മാസം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ടത്. എൻ്റെ ബാങ്ക് ബാലൻസിൽ എനിക്ക് ലിക്വിഡായിട്ട് എന്ത് വേണം, ഇത്ര എമൗണ്ട് വേണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം, റൈറ്റ്? സോ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് സ്ട്രാറ്റജി, വിഷൻ, പ്ലാനിങ്. സോ മെയിൻ ഇറ്റ് ഓൾ ഗോസ് ടു ദ പ്ലാനിങ് സെഷൻസ്. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഈസിയാണ്, ഇത് വളരെ സിമ്പിളാണ്. പ്ലാൻ ചെയ്യുക ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇറ്റ് ഈസ് വെരി ഈസി ആക്ച്വലി. നമുക്കിപ്പോൾ ക്ലൗഡ് ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, AI ടൂൾസ് ഉണ്ട്, പല കാര്യങ്ങൾ, നമുക്ക് മെൻറ്റേഴ്സ് എല്ലാവരും ഉണ്ട്. സോ ദിസ് ഈസ് നമ്പർ 1 തിങ്. ബട്ട് ദിസ് ഈസ് ബിഗ്ഗസ്റ്റ് തിങ് ഓൾസോ. ഇതും വേണം, കാരണം ഇതൊരു ഡയറക്ഷനാണ്, ഇത് വേണം. പക്ഷെ ഇത് മാത്രം മതിയോ? പോരാ. ഇത് കഴിഞ്ഞിട്ട് അടുത്തെന്താണ്, നമുക്ക് ഇത് നേടാനുള്ള ഒരു ഗൂഗിൾ മാപ്പ് പോലത്തെ ഒരു ക്ലിയർ കട്ടായിട്ടൊരു പ്ലാൻ വേണം. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു നമ്മളൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിക്യൂഷൻ പ്ലാൻ, വെറും പ്ലാൻ അല്ല, എക്സിക്യൂഷൻ പ്ലാൻ വേണം. എങ്ങനെയാണ് ഞാനിത് നേടുക? എനിക്ക് ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ് എങ്കിൽ ഞാൻ അതെങ്ങനെ, ഫ്ലൈറ്റ് വഴി പോകണോ, അതല്ല ഞാൻ വേറെ എന്തെങ്കിലും ഷിപ്പ് വഴി പോകണോ എന്നൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കുന്നത് പോലെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു എക്സിക്യൂഷൻ പ്ലാൻ വേണം. ഇതെങ്ങനെ ഞാൻ നേടിയെടുക്കും? 12 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആണ്, വെറും 12 മാസമേ ഉള്ളൂ. ഓരോ മാസത്തിൽ ഇത്ര ദിവസങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഓരോ മാസത്തിൽ ഞാൻ എത്ര നേടണം? ഈ എത്ര നേടുക എന്നുള്ളതിൽ നിന്ന് തന്നെ എന്തും അതിൽ വരണം. ഈ എത്ര നേടുക എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കണം. ഓരോ മാസം ഞാൻ ഇത്ര നേടണം. ഞാൻ എങ്ങനെയാണ് ഇത് നേടുക? ഞാൻ ബിസിനസ് ചെയ്തിട്ടാണോ, ജോലി ചെയ്തിട്ടാണോ, ഏത് രീതിയിലൂടെയാണ്? എക്സാക്റ്റ് റോഡ് മാപ്പ് എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഒരു ഗൂഗിൾ മാപ്പ് പോലെ. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 ലൊക്കേഷൻ A to B വളരെ സ്പെസിഫിക് ആയി എത്ര ടൈം എടുക്കും, എങ്ങനെ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ, ബൈക്കിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ, നടന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ, ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പ്ലാനിങ് നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്, റൈറ്റ്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്ലാൻ റെഡിയാണ്, അതേപോലെ തന്നെ നമ്മളെ ഗോളും വിഷനും മിഷനും ഒക്കെ റെഡിയാണ്. നടക്കുമോ? നടക്കില്ല. ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഈസ് പുട്ടിങ് ആക്ഷൻ. ആക്ഷൻ ഇടുക എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാനിങ്ങിനനുസരിച്ച് അതിലേക്ക് ഓരോ ദിവസവും നമ്മൾ ആക്ഷൻ എടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, മറ്റുള്ളതിൻ്റെ അത്ര എളുപ്പമല്ല. അപ്പം ആക്ഷൻ എടുക്കുക, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ലേണിങ്സ് എടുക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക, കീപ്പ് ഓൺ ഗോയിങ്, കണ്ടിന്യൂസ്ലി ഗോയിങ് ആൻഡ് ഈച്ച് മൈൽ സ്റ്റോൺ, ഓരോ മൈൽ സ്റ്റോണും നമ്മൾ നേടുക. അപ്പോൾ ഒന്നാമത്തത് ഒരു 10,000 രൂപ അച്ചീവ് ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എങ്കിൽ യു എൻജോയ് ഇറ്റ്. നെക്സ്റ്റ് മൈൽ സ്റ്റോൺ 1 ലക്ഷമാണ്, മൂന്നാമത്തെ മൈൽ സ്റ്റോൺ 10 ലക്ഷമാണ്, നാലാമത്തെ മൈൽ സ്റ്റോൺ 20 ലക്ഷമാണ്, അഞ്ചാമത്തെ മൈൽ സ്റ്റോൺ 25 ലക്ഷമാണ്. സോ ഓരോ മൈൽ സ്റ്റോൺ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ജേണിക്ക് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് പലരും വിജയിക്കൽ. 90% ഓഫ് ദ പീപ്പിൾ ആർ ലൂസിങ് ദർ. So we have to be an executor. We have to be an action-oriented person. We need to be that. So we need to be that. We need to be an action-oriented person. അങ്ങനെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് പല ലേണിങ്സും നമുക്ക് കിട്ടും. നമ്മളെ പ്ലാൻ ചിലപ്പോൾ ഒന്ന് മാറ്റേണ്ടി വരും. കാരണം നമ്മളെ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചതുപോലെ ആയിരിക്കില്ല നമ്മൾ മാർക്കറ്റ് റിയൽ ആയിട്ട് ഉണ്ടാകുമ്പോൾ. ബട്ട് സ്റ്റിൽ വി ആർ ഇംപ്രൂവിങ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് to achieve us. This is it. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നേടി എടുക്കേണ്ടത്. അപ്പം ഈ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പം നിങ്ങൾക്ക് മടി ഉണ്ടാവാം, ചിലപ്പം പല പ്രശ്നങ്ങളും വന്നേക്കും. അവിടെ നിങ്ങൾക്കൊരു മെൻറ്ററെ കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപകാരമുള്ള സംഭവമാണ്. ഒരു മെൻറ്ററോട് പറയാം, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്, ദിസ് ഈസ് മൈ ഗോൾ, ദിസ് ഈസ് മൈ പ്ലാൻ ആൻഡ് ആക്ഷൻ പ്ലാൻ, കൻ യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ജേണി എനിക്ക് അച്ചീവ് ചെയ്യാൻ എനിക്ക് മിസ്റ്റേക്സ് വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിച്ചോളട്ടെ. അപ്പോൾ നമ്മൾ മെൻറ്ററോട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഹെൽപ്പോട് കൂടെ ബാക്കി റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഓൺ ദ വേ ടൈമിങ്ങിൽ നമുക്ക് ഓരോ അച്ചീവ്മെൻറ്റും, ഓരോ മൈൽ സ്റ്റോണും നമ്മളെ ഇന്നർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരും. നമുക്ക് ആ ഇന്നർ കോൺഫിഡൻസ് ആണ്
നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുക. സോ അള്ളാഹു താല നമുക്ക് നല്ല സ്പെസിഫിക് ആൻഡ് കോൺക്രീറ്റ് ഗോൾ സെറ്റ് ചെയ്യാനും ടൈം ബൗണ്ടഡ് ആയിട്ട് അച്ചീവ് ചെയ്യാനും അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.